നിയമലംഘകരില്ലാത്ത രാജ്യമെന്ന ലക്ഷ്യവുമായി സൗദി അറേബ്യ പ്രഖ്യാപിച്ച പൊതുമാപ്പിന്റെ പുരോഗതികൾ വിലയിരുത്താൻ സൗദി മേധാവികൾ ദമാം ഡിപ്പോർട്ടേഷൻ സെന്റർ സന്ദർശിച്ചു. ജവാസാത്ത്, ലേബർ വിഭാഗം, പോലീസ് തുടങ്ങിയ വ്യത്യസ്ത വകുപ്പുകളിലെ ഉന്നതരാണ് വിവിധ എംബസികളുടെയും മറ്റും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ നാടുകടത്തൽ കേന്ദ്രത്തിലെത്തിയത്. നിയമലംഘകരില്ലാത്ത രാജ്യം എന്ന ലക്ഷ്യവുമായി സൗദി അറേബ്യ പ്രഖ്യാപിച്ച പൊതുമാപ്പിന്റെ ഭാഗമായി കിഴക്കൻ പ്രവിശ്യയിലെ പ്രവർത്തന പുരോഗതികൾ വിലയിരുത്താൻ സൗദി മേധാവി കേണൽ ജമ്മാൻ ബിൻ അഹമ്മദ് അൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സംഘം ദമാമിലെത്തി. ദമാം നാടുകടത്തൽ കേന്ദ്രത്തിലെത്തിയ സംഘം വിവിധ എംബസികളുടെ പ്രവർത്തനവും പരിശോധിച്ചു. ജവാസാത്ത്, ലേബർ വിഭാഗം, പോലീസ് തുടങ്ങിയ വ്യത്യസ്ത വകുപ്പുകളിലെ മേധാവികൾ അടങ്ങുന്നതായിരുന്ന സംഘം മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തിയ ഇന്ത്യൻ എംബസി വോളണ്ടിയർമാരെ സംഘം അഭിനന്ദിച്ചു. നിയമലംഘകരില്ലാത്ത രാജ്യം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ അതുല്യമായ പ്രവർത്തനങ്ങളാണ് സൗദി അധികൃതർ നൽകിക്കൊണ്ടിരിക്കുന്നത്. എക്സിറ്റ് നേടാൻ എത്തുന്നവർക്ക് എല്ലാവിധ സഹായവും എത്തിക്കുന്നതിൽ ഡീപ്പോർട്ടേഷൻ അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. കുടിവെള്ളം, ആംബുലൻസ് സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സന്നദ്ധ സംഘടനകളും ചില സ്വദേശികളും ഭക്ഷണവും വെള്ളം എത്തിക്കുന്നുണ്ട്. എക്സിറ്റ് നേടാൻ എത്തുന്നവരിൽ അധികവും പാകിസ്ഥാനികളാണ്. സാമൂഹ്യ പ്രവർത്തകനായ നാസ് നേതൃത്വത്തിലുള്ള സംഘം മുഴുവൻ സമയ പിന്തുണയുമായി പ്രവർത്തിക്കുന്നുണ്ട്. ദിനംപ്രതി 300-ലധികം ആളുകൾക്കാണ് ദമാമിൽ നിന്നും മാത്രം എക്സിറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും പ്രതിദിനം 500-ലധികം പേർക്ക് എക്സിറ്റ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഡീപ്പോർട്ടേഷൻ സെന്ററിന്റെ കോമ്പൗണ്ടിൽ പ്രത്യേക ടെന്റുകൾ ഒരുക്കിയാണ് ഇത് സാധ്യമാക്കിയത്. എക്സിറ്റ് നേടാൻ എത്തുന്നവർക്ക് കടുത്ത ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള സൗകര്യവും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. സൗദി മുന്നോട്ട് വെച്ച ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ അക്ഷീണ പ്രയത്നമാണ് നടത്തുന്നതെന്ന് ക്യാമ്പയിൻ മേധാവി കേണൽ ജമ്മാൻ ബിൻ അഹമ്മദ് ഗാന്ധി പറഞ്ഞു. റമദാൻ ആകുന്നതോടെ ജോലി സമയങ്ങളിൽ കുറവ് വരികയും എക്സിറ്റ് നടപടികൾക്ക് താമസം വരാൻ സാധ്യതയുള്ളതുകൊണ്ടും ക്യാമ്പയിൻ കാലാവധി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ആനുകൂല്യവും നിയമലംഘകർക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും പ്രവിശ്യയിലെ മുഴുവൻ സംഘടനകളും ഇതൊരു ബോധവൽക്കരണമായി ഏറ്റെടുക്കണമെന്ന് നാസുവക്കം ആവശ്യപ്പെട്ടു. നാസുവക്കം OICC ദേശീയ സമിതി ജീവകാരുണ്യ വിഭാഗം കൺവീനർ സിറാജ് പുറക്കാട്, നിസാർ മാന്നാർ, ജേഫർ കൊണ്ടോട്ടി, യൂസുഫ് തലശ്ശേരി, വെങ്കിടേഷ്, വാസു ചിദംബരം എന്നിവർ ഇന്ത്യൻ എംബസിയെ പ്രതിനിധീകരിച്ച് സംഘത്തെ സ്വീകരിച്ചു. PTE അലവി, ജീവൻ ന്യൂസ്, ദമാം.